അച്ഛനും അമ്മയും മാറി മാറി വിളിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. ആർക്കും കിടന്നു കൊടുത്തും കോംപ്രമൈസ് ചെയ്തും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അച്ചീവ് ചെയ്യില്ല. ഈ വാച്ചിനൊരു കഥ പറയാനുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 4 വർഷങ്ങളായി. അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അച്ഛനെ കാണാനായിട്ട് പോയപ്പോൾ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ വാച്ച്. ഈ വാച്ച് ഏകദേശം 25ഓളം വർഷം പഴക്കമുണ്ട്. അദ്ദേഹം ഒരു ഡയാലിസിസ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. തുടർച്ചയായിട്ടുള്ള ഒരു 3.5 വർഷത്തോളം ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ ഓരോ ഞരമ്പുകളും കട്ട് ചെയ്ത് ആ ഞരമ്പുകൾ വീക്കാകുമ്പോൾ ആ ഞരമ്പിലൂടെ ആയിരിക്കുമല്ലോ ഈ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ കഴുത്തിന് 2 സൈഡും കാലിലും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഹാഫ് സ്ലീവ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അച്ഛൻ ഫുൾ സ്ലീവ് യൂസ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ കട്ട് ചെയ്തത് കയ്യിൽ നിന്നായിരുന്നു. അങ്ങനെ അപ്പോൾ അദ്ദേഹം ഞാൻ കാണാനായിട്ട് പോയപ്പോൾ എനിക്ക് ഈ വാച്ച് സമ്മാനിച്ചിട്ട് പറഞ്ഞു, ഈ വാച്ചിന് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഈ വാച്ചിന് യൂസ് ചെയ്യാൻ പോകുന്നത് നീയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് സമ്മാനിച്ച് അടുത്ത ആഴ്ച അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. എൻ്റെ പേര് ശരത് ചന്ദ്രൻ. സിവിൽ എഞ്ചിനീയർ ആണ് എൻ്റെ പ്രൊഫഷൻ എങ്കിലും എൻ്റെ പാഷൻ ഫാഷനോടായിരുന്നു. ഞാനൊരു ഷോ ഡയറക്ടറാണ്, ഷോ പ്രൊഡ്യൂസറാണ്, ഗ്രൂമറാണ്, ആങ്കറാണ്, ഫാഷൻ മോഡലാണ്. ഫാഷൻ മോഡൽ എന്ന് പറയുമ്പോൾ ഈ സോ കോൾഡ് മോഡൽസിൻ്റെതായിട്ടുള്ള 6 ഫീറ്റ് ആ ഒരു ഹൈറ്റോ ബോഡി സ്റ്റാറ്റിസ്റ്റിക്സോ സ്കിൻ ടോണോ ഒന്നും നിങ്ങൾക്ക് ഒരു പക്ഷേ കാണാൻ സാധിക്കില്ല. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇഗ്നോറൻസ് തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ഈ ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ എത്തി നിൽക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് തൊട്ട് തുടങ്ങാം. വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അത്യാവശ്യം സമ്പന്നതയിൽ തന്നെ എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ഒരു 5-6 വയസ്സ് ഒരു സമ്പന്നതയിൽ തന്നെ നിൽക്കുന്ന ഒരു ഫാമിലി. അച്ഛൻ ഡയബറ്റിക് ആയപ്പോൾ അദ്ദേഹം അവിടെ ബിസിനസ് ആയിരുന്നു, ഒമാനിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മ വേണം, അത്യാവശ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എന്നെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലാക്കിയിട്ട് അമ്മയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് എത്രയൊക്കെ സൗകര്യങ്ങൾ നമ്മുടെ കസിന്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന്റെ വീട്ടിൽ ഒരുക്കിയാലും പാരൻസ് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ 6 വയസ്സ് മുതൽ ഒരു പയ്യൻ അവന്റെ എല്ലാ ഫീലിങ്സിനെയും അവൻ സ്കൂളിൽ കാണുന്ന എന്താ പറയുന്നത് ഫ്രണ്ട്സിനാണെങ്കിലും സീനിയേഴ്സിനാണെങ്കിലും ജൂനിയേഴ്സിനാണെങ്കിലും അവർക്ക് അവരുടെ ആ ഒരു എല്ലാ കാര്യങ്ങളും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരുടെ പാരൻസ് ഉണ്ട്. പാരൻസ് മീറ്റിങ്ങിന് അവരുടെ പാരൻസ് വരുന്നു. സ്കൂളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ സ്കൂളിലുണ്ടാകുന്ന അച്ചീവ്മെന്റ്സും നമ്മുടെ സ്റ്റഡീസിലുണ്ടാകുന്ന പ്രോഗ്രഷനും എന്തും അവനോ അവൾക്കോ അവരുടെ പാരൻസോ ആയിട്ട് ഷെയർ ചെയ്യാവുന്ന ആ ഒരു ഇതൊക്കെ എനിക്ക് നിഷിദ്ധമായിരുന്നു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അതുകൊണ്ട് തന്നെ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന സാഹചര്യങ്ങൾ എൻ്റെ കാലത്തൊക്കെ, അതായത് ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ, എനിക്കിപ്പോൾ 36 വയസ്സ്, ഞാൻ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് 6 വയസ്സ്. 30 വർഷം മുൻപ് വെള്ളിയാഴ്ച ദിവസങ്ങളിലായിരിക്കും അമ്മയുടെ കോൾ വരുന്നത്. അച്ഛനും അമ്മയും മാറി മാറി വിളിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, കരയാൻ മാത്രമേ എനിക്കന്ന് സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും എൻ്റെ ലോകം എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ അമ്മയാണ്. അച്ഛൻ ചെറുപ്പം മുതൽ വിദേശത്തായിരുന്നു. അദ്ദേഹം ബോൺ ആൻഡ് റേസ്ഡ് ഇൻ ശ്രീലങ്ക. അദ്ദേഹത്തിന് നാട്ടിലേതായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. വന്ന് വിവാഹം കഴിച്ചു, അതിന് 2 വർഷത്തിനുള്ളിൽ തന്നെ വിദേശത്തേക്ക് പോയി. അങ്ങനെയുള്ള ഒരു ലൈഫ്. അപ്പൊ എനിക്കെല്ലാം എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മ പോകുന്നതോടൊപ്പം തന്നെ എൻ്റെ അനിയത്തിയും കൂട്ടിക്കൊണ്ട് പോവാണ് വിദേശത്തേക്ക്. കാരണം ഞാൻ 6 വയസ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തി എന്നെക്കാൾ 2.5 വയസ്സിന് ഇളയ കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും ചെറിയ കുട്ടിയെ ഒരാളുടെ അടുത്തിൽ ആക്കി പോകുന്നത് സേഫ് അല്ല, അല്ലെങ്കിൽ മാറ്റി നിർത്താനായിട്ടുള്ള ഒരു പ്രായം ആയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അനിയത്തിക്ക്. അപ്പൊ അതുകൊണ്ട് അനിയത്തിയും കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ ആ ചൈൽഡ്ഹുഡ് വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് പിന്നീട് 9th 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേനും അച്ഛനമ്മയും നാട്ടിലേക്ക് വരുന്നു. അതിനിടയ്ക്ക് എല്ലാ വെക്കേഷൻസിനും അമ്മയ്ക്കും അച്ഛനും എന്നെ പറ്റുന്ന പോലെ എന്നെ കൊണ്ടുപോയിരുന്നു. എല്ലാ വെക്കേഷൻസിനും വിദേശത്തേക്ക് പോകും. പക്ഷേ ഈ 2 വീക്സ് ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് വീണ്ടും എന്താ പറയുക, നമ്മുടെ അന്നും ഭയങ്കര വേദനയോട് കൂടിയുള്ള യാത്രകളായിരുന്നു. ഫ്ലൈറ്റ് യാത്ര എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് അവരെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവരവിടെ നിന്ന് നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത് ഇനി ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു സമയമാണല്ലോ എന്നുള്ളൊരു രീതി. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അച്ഛനും അമ്മയും നാട്ടിൽ വന്ന് സെറ്റിലായി. ഞാൻ 9th 10th ഒക്കെ കഴിഞ്ഞ് പിന്നീട് 11th 12th +2 കഴിഞ്ഞ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. അതും എൻ്റെ അച്ഛൻ്റെ താല്പര്യം കൊണ്ട് തന്നെയാണ്. അച്ഛൻ ഒരു കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ഒമാനിൽ. അതുവരെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ എഞ്ചിനീയറിംഗ് അവസാനിച്ചു. എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഒമാനിൽ എനിക്ക് ജോലി ശരിയായി ഞാൻ വർക്ക് ചെയ്ത് ഏകദേശം ഒരു 10 വർഷത്തോളം. എൻ്റെ 22 വയസ്സിൽ ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് 24 വയസ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. 29-30 വയസ്സ് വരെ ഞാൻ ഈ സിവിൽ എഞ്ചിനീയറിംഗ്
ഫീൽഡിൽ തന്നെ, സിവിൽ എഞ്ചിനീയർ ആയിട്ട് തന്നെ, സൈറ്റ് എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, ക്വാണ്ടിറ്റി സർവർ, എസ്റ്റിമേഷൻ എഞ്ചിനീയർ, അങ്ങനെ പല തസ്തികകളിലായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചു. എൻ്റെ 28ാമത്തെ വയസ്സിലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു ബോണ്ടും സ്നേഹവും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും എൻ്റെ അനിയത്തിക്ക് ഒരുപാട് പ്രതീക്ഷകളായിരുന്നു വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ. ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി, അവരെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ കെയർ ചെയ്യുന്ന പോലെ ഞാൻ കെയർ ചെയ്യും. ഒരുപാട് എന്താ പറയുന്നത്, അച്ഛന് ശരിക്കും ഞങ്ങൾ 3 മക്കളെ പോലെയാണ്. ഞാനാണ് ഏറ്റവും എൽഡർ ആയിട്ടുള്ള ഒരാൾ, എനിക്കൊരു അനിയത്തി, പിന്നെ അമ്മ. അമ്മ എന്ന് പറയുന്നത് വളരെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് ഒരു പാവ അമ്മ, ഫുൾ എന്താ പറയുക, ഭക്തിയും വീട്ടിലേതായിട്ടുള്ള കാര്യങ്ങളും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന, അച്ഛന് വേണ്ടി പ്രാർത്ഥന, അച്ഛന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും വളരെയധികം ഡിപ്രസ്ഡ് ആകുന്നു, വീട്ടിൽ ആ പ്രശ്നങ്ങൾ കാണിക്കുന്നു. ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ഒരു ഈ പഠിപ്പിനെ കുറിച്ച് മാത്രമല്ലാതെ ഞങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലുള്ള ഫ്രീഡം ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അനിയത്തിയൊക്കെ എന്തെങ്കിലും ഡാൻസിനോ പാട്ടിനോ ഒക്കെ പുറത്ത് പോയാൽ തന്നെ അച്ഛനും അമ്മയും കാറെടുത്ത് അവിടെ ഈവനിങ് ആകുമ്പോഴത്തേനും എത്തും. കാരണം അത്രയും പേടി, കുട്ടികളെ പുറത്ത് വിടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനുമുള്ള ഒരു ഫ്രീഡം ഇല്ല. പഠിക്കുക, ട്യൂഷന് പോവാ, വരിക, രാത്രി വന്ന് പഠിക്കുക, അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ലൈഫായിരുന്നു. അങ്ങനെ എല്ലാത്തിനും നമുക്ക് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു വീട്ടിൽ. കസിൻസിന്റെ വീട്ടിൽ പോയാലും ഉത്സവങ്ങൾക്കോ എന്തെങ്കിലും ഒക്കേഷൻസിനൊക്കെ പോയാലും രാത്രി ആകുമ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കും അച്ഛനും അമ്മയും. എവിടെയും നിൽക്കാൻ ഉള്ളതൊന്നുമില്ല. ഈവൻ നമ്മൾ കുട്ടികൾ കളിച്ചു വളരേണ്ട പ്രായത്തിൽ പോലും നമുക്ക് തൊട്ടപ്പുറത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ആയിട്ടോ ഒന്നും നമുക്ക് പോയി കളിക്കാനോ അതിനൊന്നും അച്ഛനും അമ്മ, എല്ലാത്തിനും റെസ്ട്രിക്ഷൻ. എവിടെയും തൊട്ട അയൽവക്കത്തൊക്കെ പോകുമ്പോഴത്തേനും അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു നാണക്കേട് പോലെയൊക്കെ ആയിരുന്നു. നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ല, നമ്മൾ അവിടെ അവരെന്ത് ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല, അത് മോശമാണ്, അങ്ങനെയൊക്കെയാണ് നമ്മളെ പറഞ്ഞു വളർത്തിയിരുന്നത്. എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്, നമ്മൾ വളരെയധികം റെസ്പെക്ട്ഫുൾ ആയിട്ട് എൽഡേഴ്സിനെ വളരെ റെസ്പെക്ട് ചെയ്യണം, നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല, നമ്മൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു നാമം ചൊല്ലിക്കൊണ്ട് വേണം ഇറങ്ങാനായിട്ട്, നമ്മൾ വളരെ പ്രസന്റബിൾ ആയിരിക്കണം, നമ്മൾ ആരും ഹേർട്ട് ചെയ്യരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞങ്ങളുടെ അടുത്ത് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാനുള്ള അറ്റ് സർട്ടൺ സിറ്റുവേഷൻസിൽ നമ്മൾ നോ പറയണം, നല്ലത് ഏത് തെറ്റ് ഏതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ബോൾഡ് ആവണം, മെച്യൂർഡ് ആവണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് അവർ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഞാനാണെങ്കിലും എൻ്റെ അനിയത്തിയാണെങ്കിലും ഞങ്ങൾ പല സിറ്റുവേഷൻസിലും ഞങ്ങൾക്ക് നോ പറയാൻ ഞങ്ങൾ മടിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു ഫിനാൻഷ്യലായിട്ട്. നമ്മുടെ അടുത്ത് വന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു ദുഃഖം പറയുമ്പോഴത്തേനും അത് സത്യമാണോ അത് കള്ളമാണോ എന്ന് അറിയാൻ പോലും ഉള്ള ഒരു സാവകാശം കാണിക്കാതെ എൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാറ്റിവെച്ച പൈസ പോലും എനിക്കെടുത്ത് സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. ലിറ്ററലി ഞാൻ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അങ്ങനെ എൻ്റെ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് 28ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം. അപ്പൊ ഈ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്നും നമ്മൾ അന്വേഷിച്ചില്ല. പുള്ളിക്കാരി ഒരു ഡോക്ടറാണ്. അപ്പം നമ്മൾ വിവാഹം കഴിച്ചു, നമ്മുടെ പ്രൊഫൈൽ നോക്കിയാണ് ആ കുട്ടി. നമ്മൾ ഫിനാൻഷ്യൽ ഇതൊന്നും നമ്മൾ നോക്കിയില്ല, ആ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നുമല്ല നോക്കിയത്. കുട്ടിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, എനിക്കും ആ കുട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമായോ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയുള്ളൂ. എൻ്റെ പാരൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു 1-2 മാസത്തിന് ശേഷമാണ് അച്ഛൻ ക്രിയാറ്റിൻ വളരെ യാദൃശ്ചികമായിട്ട് ബ്ലഡ് ടെസ്റ്റുകളിലൂടെ അറിയാൻ സാധിച്ചത് ക്രിയാറ്റിൻ 8-9 പോയിന്റ്സിലെത്തി നിൽക്കുകയാണ്. വളരെ സമ്പന്നതയിലും എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് ദയാ ഹോസ്പിറ്റലിൽ എത്തിയ എൻ്റെ അച്ഛൻ ചെക്കപ്പ് കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ കാണുന്നത് ICUവിൽ വെച്ചിട്ടാണ്. അതായത് അദ്ദേഹത്തിന് ഉടൻ തന്നെ ഡയാലിസിസ് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ ഡയാലിസിസിന് കൊണ്ടുപോയി. പിന്നെ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ അരുൺ അദ്ദേഹം വന്ന് പറയുന്നത് അദ്ദേഹം ICUവിലാണ്. അപ്പോൾ ഒരിക്കൽ പോലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ പോയി ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ അപ്പോഴൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നതല്ല നമുക്ക് ഇപ്പോഴുള്ള സൗകര്യങ്ങളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്നും ഉണ്ടാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ ഒന്നും നമ്മൾ കടന്നു പോകേണ്ടി വരുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളെല്ലാം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, വളരെ ഭംഗിയായിട്ട് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് തുടർന്നുള്ള ഒരു 3 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലിറ്ററലി ഞാനും എൻ്റെ അമ്മയും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ഒരുപാട് ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ. അച്ഛൻ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഡോക്ടറായിരുന്നല്ലോ വൈഫ്. അപ്പോൾ വൈഫിന്റെ കസിൻ അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ദയ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാഴ്ച അവിടെ ട്രീറ്റ്മെന്റ് എനിക്ക് ശരിക്കും പ്രോപ്പർ അല്ല എന്ന് തോന്നി. അവര് വളരെയധികം മണി മൈൻഡഡ് ആയിരുന്നു. അഡ്മിറ്റ് ആയ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അവർ പറയുന്നത്, ഞങ്ങളുടെ അടുത്ത് പറയുന്നത്, ഉടൻ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം, 8 to 15 lakhs rupees ആവും,
അത് നിങ്ങൾ വേഗം ആ ഫണ്ട് റേസ് ചെയ്യണമെന്നാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നേ ഉള്ളൂ. എൻ്റെ അമ്മ എന്ന് പറയുന്ന ആള് ഐസിയുന്റെ ഫ്രണ്ടിലിരുന്ന് എവിടേക്കും മാറാൻ സമ്മതിക്കില്ല. റൂം എടുത്തിട്ടുണ്ടെങ്കിൽ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാനോ ഫുഡ് കഴിക്കാനോ സമ്മതിക്കില്ല. എനിക്കറിയണം എൻ്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയണം, നിങ്ങൾ കള്ളം പറയും എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്ററലി പുള്ളിക്കാരി ഐസിയുന്റെ ഫ്രണ്ടിലിരുന്ന് 24 മണിക്കൂറും കരച്ചിൽ. അപ്പൊ അത് ഞാൻ കാണണം, അത് ഞാൻ അമ്മയെ സമാധാനിപ്പിക്കണം, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അച്ഛൻ്റെ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യണം. അതിനിടയ്ക്ക് എൻ്റെ വൈഫ് എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് എന്നെ പ്രോപ്പറായിട്ട് കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ വെൽ ഡ്രസ്ഡ് ആയിട്ടൊന്നും നടക്കാനല്ല എനിക്ക് തോന്നുക. എനിക്ക് തോന്നുന്നു ആ സാഹചര്യം എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യണം, ഞാൻ അതുമായിട്ട് അഡാപ്റ്റബിൾ ആവണം, എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ, അച്ഛനെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ളൊരു രീതിയിലാണല്ലോ സ്വാഭാവികമായിട്ട് ഏത് ആൾക്കാരും ചിന്തിക്കുള്ളൂ, ഏത് മക്കളും. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അമൃത ഹോസ്പിറ്റലിലേക്ക് ഒരു രാത്രി അമൃത ഹോസ്പിറ്റലിലേക്ക് റിക്വസ്റ്റ് അയച്ച് ലെറ്റർ അയച്ച് അവിടെ നിന്ന് ആംബുലൻസിൽ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് ദയ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കി. അവിടുന്ന് അച്ഛന് രാത്രി അമൃത ഹോസ്പിറ്റലിലേക്ക് എത്തി അച്ഛനെ അവിടെ അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് വൈഫ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ വന്ന് നിന്ന് എന്നെ നാണം കെടുത്താനാണോ, നിങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങളും ടോർച്ചറിങ്ങും. പിന്നീട് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് വേറെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നതും, നമ്മൾ വലിയൊരു, എൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അവരുടെ റിലേറ്റീവ്സിനും എൻ്റെ റിലേറ്റീവ്സിനും വിളിച്ചു വരുത്തി പുള്ളിക്കാരനെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഇതിൽ ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനുശേഷം ഞാൻ എൻ്റെ പ്രൊഫഷൻ വിട്ട് പാഷനിലേക്ക് വരാണ് ഉണ്ടായത്. ഒരു ഓഡീഷന് വേണ്ടി ഞാൻ പോയപ്പോൾ എൻ്റെ അച്ഛൻ അന്നും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അച്ഛൻ ഒട്ടും സപ്പോർട്ടിങ് അല്ല. ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗും എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ഫാഷനുമാണ്. അപ്പോൾ കാണാൻ അത്ര വലിയ ഭംഗിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു യുണീക്ക് ഫീച്ചേഴ്സോ ഹൈറ്റോ ഒന്നുമില്ലാത്ത ഞാൻ എങ്ങനെ ഇവിടെ പോയി പ്രോപ്പറായിട്ട് എക്സൽ ചെയ്യും എന്നുള്ളൊരു സംശയം എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ പാരൻസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓഡീഷന് പോയപ്പോൾ ഇഗ്നോർ ചെയ്തു. രണ്ടാമത്തെ ഓഡീഷന് പോയപ്പോൾ ഞാൻ വളരെ സ്ട്രേഞ്ച് ആയി, ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുന്ന എനിക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയൊരു കാര്യം, അവിടുത്തെ ഡിസൈനറുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്താലേ അയാളുടെ ഷോയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു വെല്ലുവിളി. അപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാം. ആർക്കും കിടന്നു കൊടുത്തും കോംപ്രമൈസ് ചെയ്തും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അച്ചീവ് ചെയ്യില്ല എന്ന് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. അതിന് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിന്നു. അപ്പൊ ചെറുപ്പം മുതലേ വളരെയധികം ഞാൻ എടുക്കുന്ന ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഓർണമെന്റ്സ് ആണെങ്കിലും എല്ലാത്തിനോടൊരു ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിരുന്നു. എനിക്ക് എല്ലാവരും പറയാറുണ്ട്, നീ നന്നായി ഡ്രസ്സപ്പ് ചെയ്യുന്നുണ്ട്, നീ എടുക്കുന്ന ഡ്രസ്സുകൾ കൊള്ളാം എന്ന് പറയാറുണ്ട്. അതുകൊണ്ടായിരിക്കും എൻ്റെ ഫ്രണ്ട്സ് എന്നിൽ ഒരുപാട് ട്രസ്റ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് വിജേഷ് ആൻഡ് അഖിൽ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും ആലോചിക്കേണ്ട, അവരുടെ കമ്പനിയിൽ നിന്ന് ഒരു സ്ലോട്ട് പർച്ചേസ് ചെയ്ത് നീ സ്വന്തമായിട്ട് നിന്റെ കളക്ഷൻസ് ഡിസൈൻ ചെയ്ത് നീ ഇറക്കിക്കോ എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഡിസൈനർ ആയിട്ടുള്ള മിസ്റ്റർ റഫാത്ത്, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വളരെ ലിമിറ്റഡ് ടൈം, 2 ആഴ്ച സമയം ഉണ്ടായിരുന്നു, ഈ 2 ആഴ്ച സമയം കൊണ്ട് നീ എന്ത് ചെയ്യും, അതുകൊണ്ട് 10 കളക്ഷൻസ് നീ ചെയ്യും, 6 കളക്ഷൻസ് ഗൗണുകൾ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് 10 കളക്ഷൻസ് ഞാൻ 2 ആഴ്ച കൊണ്ട് ടൈലറുടെ അടുത്ത് പോയി ഇരുന്ന് വരച്ച് കാണിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഞാൻ 2018 ഞാൻ ഇവിടെ കൊച്ചിയിൽ ഒരു ഷോ ചെയ്യാനുണ്ടായത്. അന്ന് റഷ്യൻ മോഡൽ ആയിട്ടുള്ള ഒരു ലേഡീനെയാണ് നമ്മൾ ഷോ സ്റ്റോപ്പർ ആയിട്ട് കൊണ്ടുവന്നിരുന്നത്. അന്ന് ഹോൾ ഷോയില് ഒരു വൈറ്റ് സ്കിന്നുള്ള ഒരു മോഡൽ വന്ന് റാമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സെഗ്മെന്റ് എപ്പോഴും യുണീക്ക് ആയിട്ട് നിൽക്കും എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് കിട്ടിയ ഒരു അപ്രിസിയേഷനും എല്ലാ ആൾക്കാരും ആക്സെപ്റ്റൻസും എല്ലാം കണ്ടപ്പോഴത്തേനും എനിക്ക് കൂടുതൽ പ്രചോദനമാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ എൻ്റെ സിസ്റ്റർ ശ്രുതി ചന്ദ്രനുമായി ചേർന്ന് 2018 മാർച്ച് 2 ദുബായിൽ ഒരു ഇന്റർനാഷണൽ ഷോ ഓർഗനൈസ് ചെയ്യാണ്. ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ തന്നെ. ഞാനും എൻ്റെ സിസ്റ്ററും വളരെയധികം എൻ്റെ അതിനോടുള്ള ഒരു പാഷൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം സിസ്റ്റർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. പുള്ളിക്കാരിക്ക് നഷ്ടപ്പെട്ട പലതും എന്നിലൂടെ തിരിച്ചു കിട്ടുമെന്ന് പുള്ളിക്കാരിക്ക് ഒരു പക്ഷെ തോന്നിയിരിക്കാം. ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടാണല്ലോ ഞങ്ങൾ വളർത്തിയത്. 48ഓളം ഡിസൈനർ ഷോ ഇന്ത്യയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ ഡിസൈൻ ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് കളക്ഷൻസ് ഡിസൈൻ ചെയ്യാൻ സാധിച്ചു. ഇന്റർനാഷണൽ മോഡൽസിന് ഡിസൈൻ ചെയ്യാൻ സാധിച്ചു. മിസ് പെയിൻ സുലൈമ പുള്ളിക്കാരിയായിരുന്നു എൻ്റെ കഴിഞ്ഞ ഷോയിൽ ദുബായിൽ ഷോ സ്റ്റോപ്പർ ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഒത്തിരി ഇന്റർനാഷണൽ ഡിസൈനേഴ്സിനെ കൂടിയും ഡൊമസ്റ്റിക് ഡിസൈനേഴ്സിനെ കൂടിയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അപ്പോഴൊക്കെ നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും, എൻ്റെ അച്ഛന് സ്വാഭാവികമായിട്ടും ഡയാലിസിസ് ഡിപ്പെൻഡന്റ് ആണ്, അദ്ദേഹത്തിന് ആഴ്ചയിൽ 3 ഡയാലിസിസ് വേണം.
അപ്പൊ ഇതൊക്കെ മറികടന്ന് ഞാൻ ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതെല്ലാം എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നു. ലൈക്ക് ഇത് എങ്ങനെ ടോണ്ട് ചെയ്തു, ലൈക്ക് എങ്ങനെ ചെയ്യും, എവിടെ നിന്ന് ഇത് ഫണ്ട് റേസ് ചെയ്യും, നമ്മളിത് എങ്ങനെ മാനേജ് ചെയ്യും, എന്റെ പാഷനും എനിക്ക് കൊണ്ടുപോകണം, ഞാനത് കമ്മിറ്റ് ചെയ്ത് ഒരു സംഭവമാണ്. അതിനോടൊപ്പം എന്റെ ഫാദറിന്റെ ട്രീറ്റ്മെന്റും പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്റെ ബന്ധുക്കളടക്കം ഒരുപാട് പേര് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പിന്തിരിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ എന്റെ പ്രൊഫഷനിൽ വർക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായി എനിക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ച എന്റെ പാഷനിലേക്ക് തിരിഞ്ഞപ്പോഴാണെന്നുള്ളതാണ്. പിന്നീട് ഞാൻ എൻ്റെ പ്രൊഫഷൻ വിട്ട് പാഷനിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ചലഞ്ചസ് എന്ന് പറയുന്നത്, എല്ലാ ആൾക്കാരും ആരും ഡിസ്ക്രിമിനേഷൻ കാണിക്കില്ല എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് ഫാഷൻ സിനിമ എങ്കിലും ഏറ്റവും കൂടുതൽ ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ കാണുന്ന ഇൻഡസ്ട്രിയാണ് ഫാഷനും സിനിമയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സോ കോൾഡ് മോഡൽ ടോൺ ഫിസിക് ആയിട്ടുള്ള ആൾക്കാരും പെർഫെക്റ്റ് ബോഡി സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള ആൾക്കാരൊക്കെ മാത്രമേ റാമ്പ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടായിരുന്നു എൻ്റെ ഷോസ് പലതും. എന്ന് വെച്ച് റൺവേ മോഡൽസിനെ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ ഷോയില് റൺവേ മോഡൽസും അതിനോടൊപ്പം തന്നെ ഷോർട്ട് മോഡൽസ്, ടോൾ മോഡൽസ്, പ്ലസ് സൈസ് മോഡൽസ്, സോൾട്ട് ആൻഡ് പെപ്പർ, അതായത് പ്രായം 45 വയസ്സിന് മുകളിലുള്ള സോൾട്ട് ആൻഡ് പെപ്പർ മോഡൽസ്, അതിലെല്ലാം ഉപരി വീൽ ചെയർ മൗണ്ടഡ് ആയിട്ടുള്ള മോഡൽസ്, 101ഓളം വീൽ ചെയർ മൗണ്ടഡ് മോഡൽസ് 2023 ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് ദർബാർ ഹാൾ ഗ്രൗണ്ട് കൊച്ചിയിൽ വെച്ചിട്ട് നമ്മൾ എല്ലാവരും റാമ്പിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 101ഓളം വീൽ ചെയർ മൗണ്ടഡ് മോഡൽസ്. നിങ്ങൾക്ക് ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരുടെ പെർഫോമൻസും അവരുടെ ഒരു എന്താ പറയാ സന്തോഷമൊക്കെ കാണുമ്പോൾ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ അവിടെ മറന്നു പോകും സത്യം പറഞ്ഞാൽ. അപ്പൊ ഒരു ചുമരിനുള്ളിൽ അകപ്പെട്ടു പോയി എന്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് വിശ്വസിക്കുന്ന കുട്ടികളെയാണ്, ബെഡ് റിഡൺ ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ അവിടെ അവസരം കൊടുത്ത് അവർക്ക് റാമ്പ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടായിരുന്നു. ₹1 പോലും അവരെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീ ഒന്നും മേടിക്കാതെ അവർക്ക് ഫുൾ ഫ്രീഡത്തോട് മേക്കപ്പും ഗ്രൂമിങ്ങും എല്ലാം കൊടുത്ത് നമ്മൾ അവിടെ റാമ്പ് ചെയ്യാൻ ഉണ്ടായത്. അന്ന് നമ്മൾ പ്രമുഖ പല ഒഫീഷ്യൽസിനെ വിളിച്ചു, പല ആർട്ടിസ്റ്റുകളെയും വിളിച്ചു. അവരൊന്നും നമ്മൾ ഈ പറയുന്നതിനോട് വിശ്വസിക്കാൻ പോലും അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അന്ന് കളക്ടർ ഹൈബി ഈഡൻ തുടങ്ങിയ പല ആൾക്കാരെ വിളിച്ചെങ്കിലും അവരാരും എത്തിച്ചേർന്നില്ല. നമ്മൾ അന്ന് സ്ഥല MLA ആയിരുന്ന മിസ്റ്റർ വിനോദ് സാറാണ് അന്ന് വന്നിരുന്നതും. കൂടാതെ മറ്റു സെലിബ്രിറ്റീസ്, വാസിക, ആശ ശരത് പോലുള്ള സെലിബ്രിറ്റീസ് വന്നിരുന്നു. അവരൊക്കെ വന്ന് നമ്മുടെ ഇവന്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഫ്രീഡം കിട്ടുവാണ് ഒരുപാട് പേർക്ക് അതിലുള്ള അവസരങ്ങൾ നൽകുവാനായിട്ട്. എൻ്റെ ഒരു പാഷൻ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കാം പലരും എനിക്കിത് സാധിക്കുമോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരെ പലർക്കും നമുക്ക് കൈപിടിച്ചുയർത്തി അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ സാധിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് 101ഓളം വീൽ ചെയർ മോഡൽസ് നമ്മൾ റാമ്പ് ചെയ്യിപ്പിച്ചത്, പ്ലസ് സൈസ് മോഡൽസ് നമ്മൾ റാമ്പ് ചെയ്യിപ്പിച്ചത്. കഴിഞ്ഞ എൻ്റെ ഷോയില് ബ്രൈറ്റ്സ് ഓൺ വീൽസ് അവരെ നമ്മൾ റാമ്പ് ചെയ്യിപ്പിച്ചു. അതെല്ലാം ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിരുന്നു എല്ലാം. അതായത് ഒരു ഇൻഡസ്ട്രിയിലുള്ള വ്യതിയാനത്തെ, ഈ ഡിസ്ക്രിമിനേഷൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ്, ഒരു ഡിസൈനർ ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ പറയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി ഫിസിക്കുള്ള ആൾക്കാർക്ക് മാത്രമുള്ളതല്ലല്ലോ. എല്ലാ തരത്തിലുള്ള ജനങ്ങൾ അത് പർച്ചേസ് ചെയ്യണം. അതിനനുസരിച്ച് ഒരു വെർസറ്റാലിറ്റി നമ്മൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഒരു ഡിസൈനർക്ക് പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അത്തരം ആൾക്കാരെ നമ്മൾ ഡിസൈനർ എന്ന് പറഞ്ഞിട്ടും വിശേഷിപ്പിച്ചിട്ടും കാര്യമുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്. അതുകൊണ്ട് ഒരു ഷോ എന്ന് പറയുമ്പോൾ നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മൾ ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിലൂടെ ഒരുപാട് പേര് അവരുടെ പ്രശ്നങ്ങളെ മാറ്റി നിർത്തി അവർക്കൊരു അവസരം ലഭിച്ച് തുടർന്ന് അവർക്ക് ജീവിക്കാനുള്ള പ്രചോദനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൊഫഷനിൽ മാറ്റിവെച്ച് ഞാൻ ഈ പാഷൻ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങൾ, എപ്പോഴും നമ്മുടെ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മക്കൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് മോറൽ വാല്യൂസും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ശരി ചെയ്ത് തെറ്റ് ചെയ്തെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്, അതായത് തിരിച്ചറിയാനായിട്ട് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി, കുട്ടികളെ വളരെ ബോൾഡായിട്ട് വളർത്താൻ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരുപാട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഈ ചൈൽഡ് അബ്യൂസിനൊക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇനിയും പാരന്റ്സ് കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കുക. നമ്മൾ എത്രയൊക്കെ കുട്ടികൾക്ക് നല്ല കെയർ കിട്ടും നമ്മൾ അവരെ മാറ്റി താമസിപ്പിച്ചാലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൊടുത്ത് ചെറുപ്പത്തിലെ അവരെ മാറ്റിയാലോ നിങ്ങളുടെ ഒരു പ്രസൻസ് അത് വളരെ വിലപ്പെട്ടതാണെന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. ഒരു അമ്മയുടെ സ്നേഹം, ഒരു അച്ഛന്റെ സ്നേഹം, അത് അവരുടെ കൂടെ തന്നെ നിന്ന് അറിഞ്ഞ് മനസ്സിലാക്കി വളരേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ലൈഫിൽ സമ്പന്നത ഉണ്ടായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമായിരിക്കാം. അപ്പോഴൊക്കെ നമ്മൾ മുറുകി പിടിക്കേണ്ടത് നമ്മുടെ ആത്മവിശ്വാസത്തിനെയാണ്. നമ്മളുടെ കൂടെ ആരുണ്ടാവും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളിൽ വിശ്വാസം ഉറപ്പിക്കുക.
നമ്മൾ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളൊരു എന്താ പറയുന്നത്, വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ വളരെ സക്സസ്ഫുൾ ആയി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് എത്തി നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെയും ഞാൻ എൻ്റെ പാഷനെയും മുറുകി പിടിച്ചുകൊണ്ട് തന്നെയാണ്. ഞാൻ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചത്. ഇന്നും ഞാൻ പൂർണ്ണതയിൽ എത്തിയെന്ന് വിശ്വസിക്കുന്നില്ല. എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും സ്പെഷ്യൽ കിഡ്സിനെയും ഒരുപാട് സമൂഹത്തിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ എല്ലാം നമുക്ക് ഇനിയും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് നന്മകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ ശരത് ചന്ദ്രൻ, നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ.